ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇത് നോമ്പിൻ്റെ തലേന്നൊക്കത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇടാൻ ലേറ്റായി പോയതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കലാപരിപാടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഫുള്ളും കുട്ടികൾ ഉണ്ടാക്കണതാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇത് രണ്ടിൻ്റെ ചെറിയ രണ്ട് മക്കളുണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ രണ്ട് പോക്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഉണ്ടാക്കിയേ പറ്റൂ കേട്ടോ. അങ്ങനെ പിന്നെ അത് ഓലെന്നെ രണ്ടുപേരും ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ തിന്നാണ് കേട്ടോ. പിന്നെ എന്താണ് നോമ്പ് പിന്നെ പിറ്റേന്നാണല്ലോ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഇത് 1-ാം തീയതിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് 2-ാം തീയതിയാണല്ലോ നോമ്പ്. അപ്പോൾ ഇവർക്ക് എന്താക്കണം പിന്നെ മാഗി ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അത് പിന്നെ തിന്നാൻ പറ്റില്ലല്ലോ. പിന്നെ ആരും മാഗി ഒന്നും അങ്ങനെ ഉണ്ടാക്കി തിന്നില്ലല്ലോ. അപ്പോൾ ഇവർക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതുണ്ടാക്കി തിന്നണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി എന്നാൽ ഉണ്ടാക്കിക്കോളിയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാറിനതിന് മുന്നില്ല ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാനെന്നും പറഞ്ഞാണ്ട് 3 പേരുണ്ട് കേട്ടോ അവിടെ. ഒരാൾ പിന്നെ കുപ്പായ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെ വരാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ അതേ ചട്ടിയൊക്കെ വെച്ച് പിന്നെ ഒരു അറിയും കേട്ടോ ഏകദേശം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അവർക്ക് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ അവർക്ക് അറിയട്ടെ. ഞാനിവിടെ നിൽക്കണുള്ളൂ, ഒന്നും പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓരെന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. പോക്കോണ് തിന്നാൽ പോയിച്ചിപ്പില്ല, മറ്റേതും കൂടി വേണമെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചിരിക്കണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഓരോ തമാശക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഓരോ ഇതും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇത് വലിയ ബഡായി സാബുമാണ്, ഇത് ചിന്ന സാബുമാണ്, പിന്നെ നടുക്കത്തെ സാബു ഇവിടെ കുപ്പായിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറയുകയാണ് കേട്ടോ. അതാണ് ഭയങ്കര ചിരിയും ഇതൊക്കെ കേട്ടോ. അങ്ങനെ ദേ പിന്നെ ഇതാ ഓരോന്നും പൊട്ടിച്ചിടണം, ഓരോരുത്തരും ഓരോരോ പണിയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചട്ടിക്ക് മാത്രമല്ല പോണത്, വായിലേക്കും പോകണുണ്ട് കേട്ടോ. ഇവർക്ക് എന്ത് മസാല ആയാലും ഇവർക്കൊരു കുഴപ്പമില്ല, ഇവർ എണ്ണാക്കിലേക്ക് തൊട്ടിട്ടത്. പിന്നെ ഇവർക്കൊരു കുഴപ്പമില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ഇത്തിരി ഒരു ചൊയം പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് വൈക്ക് പോകുമല്ലോ കേട്ടോ. പക്ഷെ ഇവരെ അങ്ങനെയൊന്നുമല്ല, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മസാലയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റാണെന്ന് അടുത്ത ആളതാക്കണം എണ്ണാക്കിലേക്ക് കാണുന്നത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പറയുക മാഗിയൊക്കെ ഉണ്ടാക്കാൻ ഏതായാലും പഠിച്ചു. പിന്നെ ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും എന്നോട് പറഞ്ഞെന്ന് റെസ്റ്റാണ് എന്നുള്ള വൈകുന്നേരം കേട്ടോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോയിരുന്നും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ പിന്നെ അവർക്ക് പാൽ ചായ വേണമെന്നാണ് കേട്ടോ. പാൽ ചായ അല്ല പിന്നെ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു, അതിട്ടിട്ട് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാലില്ലായിരുന്നു, എന്നാൽ ശരി പിന്നെ പൈസ ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ പേച്ച് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുക. അപ്പോൾ ഒരുക്കായിട്ടൊരു കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുറ്റി ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പാൽപ്പൊടി വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ മൂത്താൾ തന്നെ വേഗം ഇവിടെ ഉണ്ടാക്കി ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ ശരി പോയിട്ട് വാങ്ങിയിട്ട് വേണം പറഞ്ഞുകൊണ്ടാണ് പിന്നെ അതിൽ നിന്ന് എടുക്കണത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കുത്തി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ചെറിയ മോന് പോയിങ്ങാണ്ടാണ് വാങ്ങണത് കേട്ടോ. അപ്പോൾ മാഗി ഏകദേശം ഇവിടെ സെറ്റായി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓരയിലുള്ള എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അതിൽ ചേർത്തിട്ടില്ല. മുട്ട പിന്നെ വേറെയുള്ള ഐറ്റംസ് ഒന്നും അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ മതിയല്ലോ, മാഗി എങ്ങനെ ആയാലും രസമാണല്ലോ. അങ്ങനെ ഇതേ ചായയൊക്കെ ഉണ്ടാക്കി പാൽപ്പൊടിയൊക്കെ കൊടുന്നുകൊണ്ട് ആദ്യം ഒരു പാൽപ്പൊടി ഇവിടെ നോക്കുമ്പോൾ അത് പിന്നെ ഒരു ഇതില്ല കേട്ടോ. പിന്നെ ഈ കൊറ്റൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒന്നും കൂടിയും കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് പിന്നെ കപ്പിലൊക്കെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആറ്റി കുറുക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം വരെ തന്നെ ചെയ്യുന്നു കേട്ടോ. 3 പേരും തന്നെയാണ്. ഞാനൊരു എന്താ പറയുക ഒരു ഗ്ലാസ് വരെ എടുത്ത് വെക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ. കാരണം ഓരെന്നെ എന്നോട് റെസ്റ്റാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഞാനും അവിടെ ഇരുന്ന് അങ്ങനെ എന്നെ ഇവിടെ ടേബിളുമ്മൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞിട്ട് ഞാനും അവിടെ ഇരുന്നു കേട്ടോ. എന്താകും എനിക്കും ആ ഒരു ഇതൊന്നുമില്ല ഇനി, കാരണം ചായയിലൊക്കെ എന്താ പൊടിയോ അല്ലെങ്കിൽ മധുരമോ അങ്ങനെ കയറുന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കുഴപ്പം ഉണ്ടായില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഇതേ പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് എന്നോട് നിങ്ങളാ മറ്റേത് ഞാൻ എന്തുണ്ടാക്കിയാലും ഓലോടാണ് പറയൽ, നിങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുകയെന്ന് പറയലുണ്ട് കേട്ടോ. കാരണം ഞാനെപ്പോഴും പിന്നെ തലയിലൊക്കെ തട്ടൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ ബേക്കിലേക്കൊക്കെ വലിച്ച് കെട്ടിയിട്ടൊക്കെ ആയിരിക്കും എപ്പോഴും നിൽക്കുക. ചിലപ്പോൾ തലയൊന്നും വാർന്നിട്ട് അങ്ങനെ ഒരു മാതിരിയൊക്കെ ഇതിലൊക്കെ അങ്ങനെ കണ്ടവരെപ്പോഴും ഇങ്ങനെ ചീത്ത പറയും കേട്ടോ. വൃത്തിയില്ലാണ്ട് നിൽക്കരുത് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ ശരി എന്നാൽ ഞാൻ അങ്ങനെ കാണിക്കില്ല, മക്കളെ തന്നെ കാണിക്കലുള്ളൂ കേട്ടോ. ഞാൻ എന്തൊരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും എന്നെ കാണിക്കലേ അല്ല കേട്ടോ. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ പിന്നെ ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ടൊക്കെ വീഡിയോ എടുക്കലൊക്കെ കേട്ടോ.
അങ്ങനെ ഇതേ പിന്നെ മക്കളെ ഏതായാലും ഉണ്ടാക്കി ഞങ്ങൾക്ക് 4 പേർക്കും ഇവിടെ പ്ലേറ്റിലൊക്കെ ഓൻ തന്നെ ആക്കി. ഓരോരുത്തർ പിന്നെ ചട്ടി കുറേ വായിലിട്ട് കമത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അത് തുടച്ച് അതിന് ഇവിടെ അടി വിടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കയ്യിലുമത്തത് മാഗി ആയതുകൊണ്ടാണോ എന്ത് സംഭവം എന്നറിയണില്ല, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കുറേ കൂടുതൽ ഇവിടെ കുറേ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഇരുന്നു കേട്ടോ. തമാശക്കാണ്, അല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നുമല്ല കേട്ടോ. ഒരു ഫണ്ണിയല്ലേ, നമുക്ക് ഒരു എന്താ പറയുക രസമല്ലേ മക്കളെ ഒപ്പം ഇരുന്ന് തിന്നുക, മക്കളുണ്ടാക്കി തിന്നുക എന്നൊക്കെ പറയാം. അത് ഇത്ര ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും പെൺകുട്ടികളൊന്നും അല്ലല്ലോ ആൺകുട്ടികളും അല്ലേ, അതിനനുസരിച്ച് നമുക്ക് തിന്നാൻ വരുമ്പോൾ എത്രയായാലും നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വൈകുന്നേരത്തെ ഒരു വീഡിയോ എന്തായാലും ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാനൊരു തമാശ പറയുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പിന്നെ കുട്ടികളായാലും വലിയ തമാശയാണ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്, ഇതൊക്കെ വീഡിയോയിൽ വരണേന്നാണ്, പക്ഷേ ഞാൻ ആ വോയിസൊക്കെ കട്ടാക്കിട്ടോ. ചട്ടിയൊക്കെ തുറക്കണുണ്ട് ഞങ്ങൾ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.